ഹലോ പ്രിയപ്പെട്ടവരെ, ജോലിയിൽ നിന്നും തരം താഴ്ത്തപ്പെട്ട ഒരു പോലീസ് ഇൻസ്പെക്ടർ. അപ്പോൾ അയാളുടെ മനസ്സിൽ പല മാറ്റങ്ങളും മാറിമറിയുന്നു. ആ സമയത്താണ് അയാൾക്ക് ഒരു വ്യാജ ജ്വല്ലറി റാക്കറ്റുമായി സംബന്ധിച്ച ഒരു കേസ് കിട്ടുന്നത്. ആ ഒരു കേസിൽ അയാൾ കൂടുതലായി ഇൻവോൾവ് ആവുന്നു. എന്നാൽ ആ കേസ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണമായിരുന്നില്ല. അതിൽ വഴിത്തിരിവുകൾ ഉണ്ടാവുന്നു. വലിയൊരു ക്രൈമിലേക്കുള്ള പാതയായിരുന്നു ആ കേസ്. അയാൾക്ക് ശത്രുക്കൾ അതുവഴി ഉണ്ടാവുന്നു. അയാളുടെ ജീവന് തന്നെ ആപത്താകുന്ന വിധം കഥ മുന്നോട്ട് നീങ്ങുന്നു. എന്തായിരിക്കും തുടർന്ന് അയാൾക്കുണ്ടാവുക? എവിടെയായിരിക്കും ആ കേസ് എത്തിച്ചേരുക? 2025 ഫെബ്രുവരി 20-ന് റിലീസാകാൻ പോകുന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. വളരെ വേറിട്ട ഒരു കഥ പറയുന്ന ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണിത്. ഹരിശങ്കർ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് കുഞ്ചാക്കോ ബോബൻ ചിത്രത്തിലെത്തുന്നത്. കുഞ്ചാക്കോ ബോബൻ തന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സാധാരണ ഒരു കഥാപാത്രമായിട്ടല്ല ഹരിശങ്കർ ചിത്രത്തിലെത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ത്രില്ലർ മൂഡിൽ തന്നെയാണ് ചിത്രം നീങ്ങുക. ഉറപ്പായും തിയേറ്ററിൽ നിങ്ങൾ ചിത്രം കാണുക. കുഞ്ചാക്കോ ബോബനെ കൂടാതെ ജഗദീഷ്, പ്രിയ മണി, ശ്രീകാന്ത് മുരളി, റംസാൻ മുഹമ്മദ് തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. സിനിമ സംവിധാനം ചെയ്യുന്നത് ജിത്തു അഷ്റഫാണ്. നെറ്റ്ഫ്ലിക്സിൽ തരംഗമായി ദുൽഖർ ചിത്രം ലക്കി ഭാസ്കർ. ചിത്രം റിലീസ് ചെയ്ത് 70ഓളം ദിവസങ്ങൾ പിന്നിട്ടിട്ടും 11 മില്യൺ വ്യൂ കൗണ്ടുമായി സൗത്ത് ഇന്ത്യൻ ചിത്രങ്ങളുടെ പട്ടികയിൽ ഒന്നാമതാണ് ലക്കി ഭാസ്കർ. പുഷ്പ 2 9.4 മില്യൺ വ്യൂസ്, മഹാരാജ 9.3 മില്യൺ വ്യൂസ്, കൽക്കി 7.1 മില്യൺ വ്യൂസ്, വിജയ് ചിത്രമായ ഗോട്ട് 6.2 മില്യൺ വ്യൂസ് എന്നിവയാണ് ലക്കി ഭാസ്കറിന്റെ താഴെയുള്ള ചിത്രങ്ങൾ. കൂടുതൽ സിനിമാ കായിക വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.